ഹായ് ഫ്രണ്ട്സ്, ചെറിയ പെരുന്നാൾ സമാഗതമാകാൻ പോവുകയാണ്. ഫാറ്റടെക്കിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ വെച്ചിട്ട് ചെറിയ പെരുന്നാൾ ആശംസകൾ നമുക്കൊന്ന് നിർമ്മിച്ചാലോ? ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകളുള്ള അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് തികച്ചും ഫ്രീ ആണ്. ഇതിലേക്ക് എങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്തിട്ട് നമുക്ക് പെരുന്നാൾ ആശംസകൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ നമുക്ക് ഫോട്ടോ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് കാണാം. ഇവിടെ പരസ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 മെത്തേഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഈദ് മുബാറക്ക് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 3ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു, ഗാലറി സെലക്ട് ചെയ്തു. ഇവിടെ ഗാലറി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വന്ന് കൊടുത്തു. ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇതുപോലെ കാണുമ്പോൾ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ആക്കാം. നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈദ് മുബാറക്കിൻ്റെ ഒരു പ്രൊഫൈൽ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇത്. ഓക്കെ, ഇവിടെ ഇതുപോലെ ഈദ് മുബാറക്കിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നല്ല നല്ല ഫ്രെയിമുകളാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഇത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ ഓപ്ഷനും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ്. അതിലും നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. ഗാലറി സെലക്ട് ചെയ്യുക. ഗാലറി കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് വണ്ണ് കൊടുക്കുക. ഓക്കെ, ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക, നേരത്തെ പോലെ തന്നെ. ഓക്കെ, ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ നല്ല നല്ല ഫ്രെയിമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയും അതേപോലെ ഫ്രെയിമിൽ നിങ്ങൾക്ക് ഫോട്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറുതും വലുതും ഒക്കെ ആക്കാൻ സാധിക്കും. ഓക്കെ, കൃത്യമായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇഷ്ടമുള്ളത് നിങ്ങൾക്കിവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഓരോന്നോരോന്നും നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നല്ല നല്ല ഫ്രെയിമുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ ഫ്രെയിമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി 1-2 എണ്ണം ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഇവിടെ ഡണ്ണ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ ഇവിടെ ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാനിത് സേവ് ചെയ്യുന്നില്ല. 3ാമത്തെ ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വീണ്ടും ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ ഇത് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ സേവ് ചെയ്യാം. ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല. അടുത്ത ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒഴിവാക്കിയ ആ ഒരു 2ാമത്തെ ഓപ്ഷനും കൂടി ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഒരു 2ാമത്തെ ഓപ്ഷൻ ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഇത് വ്യത്യസ്തമായ ഒരു ഓപ്ഷനാണ്. ഇവിടെ ഗാലറി സെലക്ട് ചെയ്തു. വീണ്ടും ഇവിടെ ഗാലറി വന്നിട്ടുണ്ട്. ജസ്റ്റ് വണ്ണ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ പോലെ തന്നെ ഇവിടെ ഡണ്ണ് കൊടുക്കാം. ഓക്കെ, ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഓപ്ഷനിൽ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ ആഡ്സ് വരുമ്പോൾ നിങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. നമുക്ക് കൃത്യമായിട്ട് വരഞ്ഞിട്ട് ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ. ഇത് കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഡണ്ണ് കൊടുക്കാൻ സാധിക്കില്ല. കണ്ടോ, ഇതുപോലെ കാണിക്കും. അപ്പോൾ നിങ്ങൾ റീസെറ്റ് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി. കൃത്യമായിട്ട് വരക്കണമെന്നില്ല, ഏകദേശം ഒരു രൂപത്തിലൊന്ന് വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും ഡണ്ണ് കൊടുത്ത് നോക്കുക. കണ്ടോ, ഇതിപ്പോൾ കൃത്യമായിട്ട് ആയിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൻ്റെ അകത്തല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് വലുതായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് വളരെ നല്ല ഓപ്ഷനായിട്ട് ഇതാണ് തോന്നിയത്. ഈ ഒരു 2ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, നമുക്ക് താഴെ ഒരുപാട് ഫ്രെയിമുകളുണ്ട്. അത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. വളരെ വലിപ്പത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇനി ഞാനൊരു മറ്റൊരു ഫ്രെയിമും കൂടി ഇവിടെ നോക്കുകയാണ്. ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് റമദാൻ മുബാറക്കിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഈദുൽ അദ്ഹയുടെ ഉണ്ട്.
ഈദ് മുബാറക്കിൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ഫ്രെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു ഓപ്ഷൻ വളരെ മനോഹരമായിട്ട് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ഇവിടെ നിങ്ങൾക്ക് ഡൺ കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഓപ്ഷൻ ഇവിടെ തിരഞ്ഞെടുത്തു. ഇവിടെ ഫോട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാ ഞാനിപ്പോൾ ഫോട്ടോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡൺ കൊടുക്കാം. ഓക്കെ, വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഇത് ഓക്കെ ആണെങ്കിൽ ഡൺ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇവിടെ ഡൺ കൊടുക്കേണ്ടി വരും. ഇവിടെ ഡൺ കാണിക്കുന്നുണ്ട്. ഇവിടെ പരസ്യങ്ങൾ വരുന്നെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഡൺ കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ വരുമ്പോൾ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മുകളിൽ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വീഡിയോ കാണേണ്ടതായിട്ട് ഇവിടെ വരും. ഇവിടെ ഒരു അലർട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് ആഡ്സുകൾ അല്ലെങ്കിൽ വീഡിയോ കാണേണ്ടി വരുന്നത്. കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഏകദേശം കുറഞ്ഞ സമയം 30 സെക്കൻഡൊക്കെ വരുന്ന വീഡിയോ ആണ് കാണേണ്ടി വരിക. ഇവിടെ ഏകദേശം അതിൻ്റെ കൗണ്ട് ഡൗൺ ടൈം കാണിക്കുന്നുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡോ മാർക്ക് കാണിക്കും. അത് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ ഇത് ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. അപ്പോൾ ഏകദേശം ആ ഒരു ടൈം ഇവിടെ തീരാറായിട്ടുണ്ട്. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വളരെ മനോഹരമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ഈദ് മുബാറക്കിൻ്റെ പോസ്റ്റർ അല്ലെങ്കിൽ ഈദ് മുബാറക്ക് ആശംസകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ആ ഒരു ടൈം ഇവിടെ തീർന്നിരിക്കുകയാണ്. ദാ ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്ത ഉടനെ തന്നെ കണ്ടോ, ദാ ഇവിടെ ആ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഗാലറി തുറന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഈദ് ആശംസകളുടെ പോസ്റ്ററുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മൊബൈലിൽ നിർമ്മിക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും.